ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു സബ്സ്ക്രൈബർ ക്വസ്റ്റിൻ്റെ ആൻസറും കൂടിയാണ്. അപ്പോൾ അതായത് സബ്സ്ക്രൈബർ ചോദിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ എക്സ്പെൻസ് ആയിട്ട് യു എയിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസുകൾ വരും, അതുപോലെ തന്നെ ഇവിടുത്തെ ചിലവ് കാര്യങ്ങളൊക്കെ ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മുടെ ഇവിടുത്തെ ദുബായിലെ ഒരു നേഴ്സിനല്ല, ദുബായിൽ ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞു കൂടാനായിട്ട് എത്ര എക്സ്പെൻസ് കാര്യങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളത്. ആക്ച്വലി ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ചുരുക്കത്തിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഒരു നേഴ്സിന് കിട്ടുന്ന സാലറി, അതുപോലെ തന്നെ ഇവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങൾ, അതുപോലെ ഫാമിലി ആയിട്ട് വന്നാലുള്ള ഫാമിലി ഇല്ലാണ്ട്, അതുപോലെ ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ ഉള്ള ചിലവ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരു നേഴ്സിന് ആവറേജ് സാലറി ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് കിട്ടുന്നത്, അതായത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഫ്രഷേഴ്സിനെ ഞാൻ ഇവിടെ എടുക്കുന്നില്ല കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ്, അതായത് യു എയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്, രജിസ്റ്റേർഡ് നേഴ്സിന് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 5,000 to up to 12,000 വരെയുള്ള സാലറി റേഞ്ച് കിട്ടാറുണ്ട്. ഡിപ്പെൻഡ് ഓൺ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, എമിറേറ്റ്സ്, ഹോസ്പിറ്റല്, പ്രൈവറ്റ്, ഗവൺമെന്റ് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ മിനിമം ഒരു 5,000 സാലറി എല്ലാ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള RN ആയിട്ടുള്ള ഒരു നേഴ്സസിന് കിട്ടുന്നുണ്ട്. 5,000 ദറംസ്. 5,000 ദറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ 1,00,000 രൂപയാണ്. അപ്പൊ ഞാൻ 5,000 വെച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷനിൽ പറയാം. പക്ഷെ 12 കിട്ടുന്നുണ്ട്, 10 കിട്ടുന്നവരുണ്ട്, 9 കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു RNന് ഇവിടെ അത്യാവശ്യം ഒരു നേഴ്സസിന് എല്ലാവർക്കും തന്നെ അത്യാവശ്യം സാലറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാലറി ഈ ഒരു റേഞ്ചിലാണ് RN ആയിട്ടുള്ള ഒരു നേഴ്സിന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന് ഇവിടെ യു എയിൽ കിട്ടുന്ന സാലറി. അപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഹസ്ബൻഡിനും നമ്മുടെ സെയിം അതുപോലത്തെ സാലറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു നേഴ്സിനെയും കാട്ടി കുറഞ്ഞ സാലറിയാണ് ഹസ്ബൻഡിന് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരു 5,000 സാലറി ഉള്ളെങ്കിലും നമുക്കിവിടെ ഫാമിലി ഞാൻ ഉദ്ദേശിച്ചത് മക്കളും കൂടിയാണ്. മക്കളുടെ ചെലവും അതുപോലെ അവരുടെ സ്കൂള് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് മച്ച് മോർ ഡിഫിക്കൽട്ടാണ് ഒരു സാധാരണക്കാരായത് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കഴിഞ്ഞു പോകാനായിട്ട് മച്ച് മോർ ഡിഫിക്കൽട്ട് തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു ചൈൽഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു മിഡിൽ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹൈ ക്ലാസ് ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല, അതായത് കടോ കാര്യങ്ങളോ ഒന്നുമില്ല, കിട്ടുന്ന മണി സേവിങ്സിലേക്ക് മാത്രമാണ് പോകണമെങ്കിൽ അവർക്ക് ഒരു റിസ്ക്കും കാര്യങ്ങളും ഇല്ല. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതായത് നാട്ടിൽ അല്ലെങ്കിൽ ലോൺ, അല്ലെങ്കിൽ ഇവിടെ ലോണ്, ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. സ്കൂളിൽ, അതായത് നാട്ടിൽ ഇപ്പോൾ പ്രൈവറ്റിലൊക്കെ ചേർത്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു റേഞ്ച് തന്നെ ഇവിടെയും വരാറുണ്ട് കേട്ടോ. നമുക്ക് പല ഇന്ത്യൻ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ടൊക്കെ, അതായത് സ്കൂളിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാൻ, ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഇടാം. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫ്ലാറ്റ് എടുക്കേണ്ടി വരും. ഷെയറിങ്ങിലേക്ക് നമുക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫാമിലി ആയിട്ട് ഷെയറിങ്ങിലേക്ക് താമസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടും കാര്യങ്ങളും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ കുറേ പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ്ങിലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അതായത് നമുക്ക് അവിടെ ചിലപ്പോൾ 1-2 വീക്ക് ആയിരിക്കും, അപ്പോൾ 2 ഫാമിലി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കിച്ചണ് എപ്പോഴും ഷെയറിങ്ങിൽ ഫാമിലിക്ക് വരുമ്പോൾ കിച്ചൺ ഷെയറിങ് ആ റേഞ്ചിലേ ഉള്ളൂ. വാഷ്റൂം ഷെയറിങ് ഉള്ളത് ബാച്ചിലേഴ്സ്, അതായത് കപ്പിൾസിനൊക്കെ ആണെങ്കിൽ വാഷ്റൂമും കൂടി ഷെയർ ചെയ്യുന്ന റൂംസുകളൊക്കെ കിട്ടും. അതിക്ക് നല്ലത് നമുക്ക് ഓണായിട്ട് ഫ്ലാറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം വലിയൊരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ഫ്ലാറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു മണി ആദ്യം തന്നെ കാണേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണായിട്ട് ഫ്ലാറ്റ് എടുത്താൽ നമ്മളിപ്പം 6 ചെക്ക് അല്ലെങ്കിൽ 4 ചെക്ക് അല്ലെങ്കിൽ 12 ചെക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ അവൈലബിൾ ഉണ്ട് ഫ്ലാറ്റുകൾക്കൊക്കെ. അതിൽ നമ്മൾ റെന്റ് അടച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ സെപ്പറേറ്റ് വരും. അപ്പോൾ അത് ഏകദേശം ഒരു മിനിമം, ഇപ്പൊ ഷാർജ, അജ്മാൻ സൈഡിലൊക്കെ ഫ്ലാറ്റുകൾക്കൊക്കെ കമ്പയറിങ് ടു ദുബായിൽ നോക്കുകയാണെങ്കിൽ, കമ്പയറിങ് ടു ഷാർജ, അജ്മാൻ ആ ഭാഗങ്ങളിലൊക്കെ ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വാടകയും കാര്യങ്ങളും ലെസ്സാണ്. ഇപ്പോൾ ദുബായിൽ നമ്മൾ 45 കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 35 കൊടുത്താൽ മതി. അത്രയും ഡിഫറൻസ് ഉണ്ടാവും.
ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും ഷാർജ അജ്മാനിലേക്കൊക്കെ താമസിക്കുന്നതും. അതും ഇപ്പോൾ ട്രാവലിംഗ് ഒരു റിസ്ക് ആണെങ്കിൽ പോലും ഇവിടേക്ക് വന്ന് റൂം എടുത്ത് താമസിക്കുന്നത്, റെന്റിന്റെ കാര്യം. അപ്പൊ ദുബായിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുക്കാം, പൈസ ഉള്ളവർക്ക് അവിടെ എടുക്കാം. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താക്കാം, അവിടെ റെന്റ് എക്സ്പെൻസ് ആണല്ലോ, റെന്റും കുറെ കൊടുത്ത് അവിടെ എടുക്കുന്നതിനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് ഇച്ചിരി കൂടിയും പൈസ സേവ് ചെയ്യാന്ന് ഓർത്തിട്ട് എല്ലാവരും തന്നെ ഷാർജ അജ്മാൻ ആ ഭാഗങ്ങളിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ദുബായിൽ ജോലിയാണെങ്കിൽ പോലും ഇവിടേക്ക് വന്ന ഫ്ലാറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ മിനിമം ഒരു ഫ്ലാറ്റ് എടുക്കുന്നെങ്കിൽ ഇയർലി നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇയർലി ഒരു 25-20 ഒക്കെ ആണെങ്കിൽ നമുക്ക് 20യുടെയും ഒക്കെ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അത്രയും ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമുക്കൊരു 2 hours, ഒരു 1.5 hour, അതായത് ട്രാഫിക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രാഫിക് ഉണ്ടെങ്കിൽ 2 hours ഒക്കെ എടുക്കേണ്ടി വരും ദുബായിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ. അല്ല, ഷാർജയിൽ വർക്ക് ചെയ്യണവർക്കാണെങ്കിൽ കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് റൂം എടുക്കാം. അപ്പൊ ഉള്ളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് റെന്റിന്റെ അളവ് കുറയും. അല്ല, നമുക്ക് ടൗൺ ഏരിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റെന്റ് ചെയ്യും, മിനിമം ഒരു 32 ആ റേഞ്ചിൽ, 1 വീക്കൊക്കെ ഒരു 32-35 ആ റേഞ്ചിൽ ഇയർലി നമുക്ക് പേയ്മെന്റ് വരുന്ന ഫ്ലാറ്റുകളാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ അപ്പൊ ഈ 32-35 ഒക്കെ എടുക്കുമ്പോൾ മന്ത്ലി നമുക്ക് 2500 ആ റേഞ്ചിൽ നമുക്ക് റെന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്കായിട്ട് 4 ചെക്കായിട്ടോ 3 ചെക്കായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അതായത് 3 മാസത്തെ വാടക നമുക്ക് ചെക്കായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് പോകും. അങ്ങനെയാണ് ഫ്ലാറ്റ് എടുക്കേണ്ടി വരുന്നത് ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് ഈച്ച് സ്കൂളിലും ഡിഫറെന്റ് ഫീസ് ലെവലുകളാണ്. ഒരു സ്കൂളിലും പെർമനന്റ് ആയിട്ടുള്ള ഫീസും കാര്യങ്ങളും ഒന്നും അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഫീസ്, പിന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷന്റെ ക്യാഷ്, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അല്ലാണ്ട് കുറെ ആക്ടിവിറ്റി കാര്യങ്ങൾ, അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു ഏകദേശം ഒരു പെർ മന്തിൽ ഒരു സാധാരണ ഒരു ഷാർജ ഇന്ത്യൻ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു 1000 ഉള്ളിൽ ഒരു കൊച്ചിന് വരുന്നുണ്ട് സ്കൂൾ ഫീസ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ അല്ലാത്ത ചെലവുകൾ വേറെയും വരുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കാര്യങ്ങൾ, അതിന് നമുക്ക് ഗ്രോസറി ഐറ്റംസ്, പച്ചക്കറി, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ മന്ത്ലി നമുക്കൊരു 10,500 മിനിമം ചുരുക്കി പിടിച്ച ഒരു 1000 ദിർഹംസിന്റെ ഉള്ളിൽ നമുക്കത് മിനിമം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. മിനിമം നമുക്കൊരു 1000 ദിർഹംസ് വരുന്നുണ്ട്. അതിൽ നിൽക്കാറില്ല, എല്ലാ മാസവും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ മിനിമം ഒരു 1000 വരുന്നുണ്ട്. അപ്പൊ റെന്റ് ഒരു 2500, എല്ലാം മിനിമം ആണ് പറയുന്നത്. ഇതൊക്കെ നമ്മളെ മാറിപ്പോവാം. നമ്മുടെ ഫ്ലാറ്റിന്റെ റെന്റ് കൂടുതലാണെങ്കിൽ, അതുപോലെ നമ്മുടെ എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ എല്ലാം വ്യത്യാസമായിരിക്കും കേട്ടോ. അതുപോലെ സ്കൂൾ വേറെ നല്ല ഹൈ സ്കൂൾ ഉള്ളതുകൊണ്ട്, ലോ സ്കൂൾ ഉള്ളതുകൊണ്ട്, മിഡിൽ ഉള്ളതുണ്ട്. അങ്ങനെ ഫീസ് റേഞ്ചുകളും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കൂളുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ചെയ്തിരിക്കും. പക്ഷെ ഞാൻ ഒരു മിനിമം ഒരു മിഡിൽ ക്ലാസ് ഫാമിലി കഴിഞ്ഞു പോകണതിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2500 രൂപ ദിർഹംസ് റെന്റ് വരുന്നുണ്ട്. നാട്ടിൽ ഒരു 50,000 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് ചെലവ് 1000, ഞാൻ പറഞ്ഞത് മിനിമം ആണ് പറഞ്ഞത്, അതിൽ നിൽക്കാറില്ല, പക്ഷെ മിനിമം ഒരു 1000 ദിർഹംസ് വരുന്നുണ്ട്. അതായത് നാട്ടിലൊരു 20,000 രൂപ. അതുപോലെ തന്നെ കൊച്ചിന്റെ ഫീസ് വരുന്നു, ഒരു കൊച്ചിന് ഒരു മിനിമം ഒരു 1000 ദിർഹംസ് വരുന്നുണ്ട് സ്കൂൾ ഫീസ്. അത് വെരി ലോ ഉള്ള സ്കൂൾ ഫീസ് ഉള്ള സ്കൂളിൽ ചേർത്താലുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പൊ 1000 വരുന്നുണ്ട്, നാട്ടിൽ 20,000 രൂപ. പിന്നെ നമുക്ക് അല്ലാത്ത വാട്ടർ, നമുക്ക് ഇവിടെ കുടിവെള്ളത്തിന് പൈസ കൊടുക്കണം. അതൊരു മാസത്തിൽ നമുക്ക് ഒരു ഫാമിലിക്കാണെങ്കിൽ ഒരു 10-12 ബോട്ടിലൊക്കെ നമുക്ക് വേണ്ടി വരും. ഒരു ബോട്ടിലിന് 8 ദിർഹംസ് വെച്ചിട്ടാണ്. അപ്പൊ അത് വേറെ വരുന്നുണ്ട്, അല്ലാത്ത ചെലവുകൾ. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പൊ ദുബായിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാർ ലിഫ്റ്റോ അല്ലെങ്കിൽ അല്ലാണ്ട് പിടിച്ചു പോവുകയാണെങ്കിൽ അതിന് മിനിമം ഒരു 500 ദിർഹംസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഷാർജയിൽ അതർ ഏരിയയിലൊക്കെ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ അതിനും ഒരു 10-250 രൂപ ദിർഹംസ് മന്ത്ലി വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയുണ്ട്. അല്ല, കാർഡ് റീചാർജ് ചെയ്യുകയാണെങ്കിൽ മിനിമം 250 രൂപയാണ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അല്ലാത്ത ചില്ലറ ചെലവ് തന്നെ ഒരു 10,000ന്റെ ഉള്ളിലോ അതിനും കൂടുതലായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഒരു മാസം ഒരു ഫാമിലിക്ക് കഴിഞ്ഞു കൂടണമെങ്കിലും മിനിമം ഒതുക്കി പിടിച്ച് മിനിമം ആണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ, നാട്ടിലെ 1 ലക്ഷം രൂപ ഇവിടെ വേണം. അതിൽ നിൽക്കില്ല. ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഈച്ച് ഫാമിലി കാര്യങ്ങൾ, ഇപ്പോൾ 2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും അല്ല, ഇതിന്നൊക്കെ മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, അത് ഇതെന്നൊക്കെ ആകുമ്പോൾ അതിലെല്ലാം വ്യത്യാസമുണ്ട്. ഇതൊന്നും പെർമനന്റ് അല്ല. പക്ഷെ ഒരു മിനിമം ഒരു 5000 ഫാമിലി ആയിട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ മിനിമം ഞാൻ എപ്പോഴും പറയാം, മിനിമം ഒരു 5000 ദിർഹംസ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ വേണം. നാട്ടിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് മിനിമം ആയിട്ട് ചുരുക്കി പിടിച്ച് ഫാമിലി ആയിട്ട് കഴിഞ്ഞു പോകണമെങ്കിൽ വേണ്ടത്.
അപ്പോൾ നമുക്കിപ്പോൾ സാലറി ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഒരുപോലത്തെ സാലറി ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ടും കാര്യമുള്ളൂ. നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വീടോ കാര്യങ്ങളോ ഒക്കെ ഇതാക്കാനോ അല്ലെങ്കിൽ സേവിങ്സിന് വേണമെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലത്തെ സാലറി വേണം. ഒരാൾക്ക് കുറവ് ഒരാൾക്ക് കൂടുതലോ അങ്ങനെ റേഞ്ചിലാണെങ്കിലും നമുക്ക് എന്താകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരാൾക്ക് നല്ല സാലറി ഉണ്ട്, അതായത് ഒരു 10ന്റെ മുകളിൽ 12 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. മറ്റാൾക്ക് ഒരു 5000 ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിഞ്ഞു പോകാനും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതാണ് ഫാമിലിയുടെ ഒരു കേസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഞാൻ പറയുന്നത് ബാച്ചിലർ ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ബാച്ചിലർ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലാറ്റോ കാര്യങ്ങളോ എടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലുള്ള ഫ്ലാറ്റും കാര്യങ്ങളും ഉണ്ട്, സ്റ്റുഡിയോ ടൈപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു 20-25 ആ റേഞ്ചിലുള്ള സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ കിട്ടും. അത് ഞാൻ പറയുന്നത് ഷാർജ അജ്മാൻ ഏരിയയിലാട്ടോ. ദുബായിലൊന്നും നമുക്ക് ഈ റേഞ്ചിൽ ഒന്നും കിട്ടില്ല, അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ താമസിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെഡ് സ്പേസ് ആണുള്ളത്. ബെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റൂമിൽ ചിലപ്പോൾ 5 പേരോ അല്ലെങ്കിൽ 8 പേരോ 10 പേരൊക്കെ ഉള്ള റൂമിൽ നമുക്ക് ഡബിൾ ഡെക്കറോ ട്രിപ്പിൾ ഡെക്കറോ ഒക്കെ കോട്ട് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു കോട്ടും അവരെന്ത് ചെയ്യും, ഒരു കട്ടിലും ബെഡും തരും. നമ്മൾ സാധനങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു കബോർഡിൽ ചെറിയ സ്പേസും തരും. കിച്ചൺ ഫുള്ള് ഷെയറിങ് ഒക്കെ ആയിട്ടുള്ള ബെഡ് സ്പേസ് ഉണ്ടാവും. അവിടെ താമസിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ദുബായ് ആ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 800-900 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ലോ റേഞ്ചിലുള്ളതും ഉണ്ട്, 600 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊക്കെ 10-12 പേരും പിന്നെ ഒരു ഫ്ലാറ്റിൽ തന്നെ 10, 12, 15 ഷെയറിംഗ് ഒക്കെ പാർട്ടീഷൻ ആക്കിയിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ താമസിക്കുന്നത്. പിന്നെ അല്ലാണ്ട് നമുക്ക് പാർട്ടീഷൻ ആയിട്ട് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലാറ്റിൽ ചിലപ്പോൾ ഒരു 10, 12, 15 ഒക്കെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ജിപ്സം വെച്ച് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അനങ്ങുന്ന അവിടെ കാണും. അതൊരു ചെറിയ ബെഡും ചെറിയൊരു കബോർഡും ഒക്കെ ഇട്ടിട്ട് അതിനൊക്കെ 1500 ദറംസ് നമ്മൾ എന്ത് ചെയ്യണം, മന്ത്ലി പേയ്മെന്റ് ചെയ്യണം കേട്ടോ. മറ്റേ ബെഡ് സ്പേസ് ആണെങ്കിൽ ഒരു 800, മാക്സിമം ഒരു 1000ന്റെ ഉള്ളിലാണ് ബെഡ് സ്പേസിനൊക്കെ വരുന്നത്. പിന്നെ ചെലവ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറയും. പുറത്തുനിന്ന് ഫുഡ് മെസ്സെന്നാണെങ്കിൽ 350 ദറംസ്, 258 അങ്ങനെയൊക്കെ 3 നേരം 3 നേരം 2 നേരത്തിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് മെസ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഓണായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ഓഫ് കോഴ്സ് നമ്മൾ ദുബായിലെ റൂം എടുക്കുന്നെങ്കിൽ നമുക്ക് എന്തായാലും ദുബായ് ആണെങ്കിൽ ഷാർജ എവിടെയാണെങ്കിലും നമുക്കിപ്പോൾ ജോലി എവിടെയാണെങ്കിലും നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നടന്നു പോലെ ഡിസ്റ്റൻസിലൊക്കെ കിട്ടുകയാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഒന്നും കിട്ടാറില്ല, ഒക്കെ ദൂരെ ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം, ട്രാൻസ്പോർട്ടേഷന് വേറൊരു ചിലവ് വരും. അപ്പോൾ ഒരു സിംഗിൾ ആയിട്ട് ഇരിക്കുന്നവർക്ക് മിനിമം റെന്റും കാര്യങ്ങളും ഒക്കെ പാടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2500 ദറംസിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ. മിനിമം 2500 ഉള്ളിൽ എന്ത് വരുന്നത്, അതായത് നാട്ടിൽ എത്ര രൂപ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000ന്റെ ഉള്ളിൽ സിംഗിൾ ആയിട്ട് താമസിക്കുന്നവർക്ക് ചിലവ് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഓരോന്നും ഡിപ്പെൻഡ് ഇരിക്കും, ഓരോരുത്തരുടെയും റൂം എടുക്കുന്നതും കാര്യങ്ങൾക്കൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ കപ്പിൾസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസിന് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലാറ്റ് എടുക്കാം, കാര്യങ്ങൾ ചെയ്യാം, ദുബായിൽ എടുക്കാം, ഷാർജയിൽ എടുക്കാം, എല്ലാം അവരവരുടെ കൺവീനിയൻ്റ് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഹസ്ബൻഡും വൈഫും ആകുമ്പോൾ നമുക്ക് ഷെയറിംഗ് ആണെങ്കിൽ ബാത്റൂം ഷെയറിംഗ് ഉള്ളതുണ്ടാവും, അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. ഒരു ഫ്ലാറ്റിൽ 2 BK ഫ്ലാറ്റ് ഉണ്ടാവും, 3 BK ഉണ്ടാവും, അങ്ങനത്തെ ഷെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കിച്ചൺ നമ്മൾ ഷെയർ ചെയ്യുന്ന പോലത്തിലായിരിക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 2000ന്റെ ഉള്ളിലുള്ളത് ഇപ്പോൾ ഷാർജ അജ്മാൻ ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 2000, 1800 ആ റേഞ്ചിലുള്ള ഫ്ലാറ്റുകൾ കാര്യങ്ങൾ കിട്ടും, ഷെയറിങ്ങിൻ്റെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെയുള്ളത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺ ഫ്ലാറ്റ് എടുക്കുന്നതിനും കാട്ടിയും കുറച്ചും കൂടിയും ഇത് നമുക്ക് വേണ്ടാത്തപ്പോൾ നമുക്ക് ഇറങ്ങി പോവാം, വേറെ അന്വേഷിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാവുമ്പോൾ നമ്മൾ നിർത്തി പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ട്. മറ്റേതാകുമ്പോൾ നമ്മൾ 1 ഇയറിലേക്ക് എടുക്കുമ്പോൾ 1 ഇയർ കഴിയാണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നു, റിന്യൂ ചെയ്ത് ഇട്ടേക്കുന്നതായതുകൊണ്ട് നമുക്ക് അത് ഒഴിഞ്ഞിടാനും പറ്റില്ല. നമ്മൾ മന്ത്ലി പേയ്മെന്റ് കൊടുക്കുക, നമ്മൾ താമസിച്ചില്ല എന്നൊന്നും അവർക്ക് അറിയേണ്ട, നമുക്ക് മന്ത്ലി പേയ്മെന്റ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു അക്കോമഡേഷനും കാര്യങ്ങളും ഫുഡും ഇതൊക്കെ വരുന്നത്. അപ്പോൾ സിംഗിളായിട്ട് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ ഫാമിലി കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വേണം. അങ്ങനെ അതായത് നമ്മൾ ഒന്നിച്ചാവുമ്പോൾ ഉള്ളൊരു ഇത് വേറെയും, സിംഗിളായിട്ട് ഇരിക്കുന്നത് വേറെയും. അപ്പോൾ ക്യാഷ് ഉണ്ടാക്കണം, കടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കയറി വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കടവും കാര്യങ്ങളൊക്കെ തീർക്കണമെങ്കിൽ സിംഗിളായിട്ട് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ ഇതാണ് ആ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യു എയിലെ നേഴ്സിന് ഇവിടെ നേഴ്സ് എന്നല്ല മൊത്തത്തിൽ എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതാണ് ഒരു എക്സ്പെൻസ്. ഇതെല്ലാം വ്യത്യാസമായിരിക്കും എല്ലാവർക്കും. പിന്നെ ഇതുപോലെ തന്നെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു ഇതിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.